ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ക്യൂൻ എലീസ കുട്ടിയുടെ ഒരു ബാപ്റ്റിസം വ്ളോഗാണ് കേട്ടോ. അപ്പം പള്ളിയിലേക്ക് പോകുന്നതിന് മുന്നേ ഉള്ള ഒരുക്കങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി 1, 2025. അപ്പോൾ ആ ഡേ ഷൂട്ട് ചെയ്തതാട്ടോ. അപ്പോൾ പള്ളിയിലെ കുറച്ച് ചടങ്ങുകളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്യൂൻ എലീസ എൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ്. നമ്മൾ സ്നേഹത്തോടെ കുഞ്ഞുമണി എന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ദിവസമായിരുന്നു. അങ്ങനെ അത് എത്തിച്ചേർന്നു. അപ്പം ലൂർദ് മാതാ ചർച്ച് തേവക്കൽ അവിടെ വെച്ചിട്ടായിരുന്നു നമ്മുടെ കുഞ്ഞുമണീൻ്റെ ബാപ്റ്റിസം. നമ്മൾ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം ബാപ്റ്റിസത്തിൻ്റെ ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആള് കുറച്ച് വഴക്കൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാ പിള്ളേരും ബാപ്റ്റിസത്തിൻ്റെ അന്ന് പൊതുവേ വഴക്കുണ്ടാക്കാറുണ്ട്. അതുപോലെ ആ പതിവ് ഒട്ടും കുഞ്ഞുമണി തെറ്റിച്ചില്ല. കുഞ്ഞുമണി കുറച്ച് വഴക്കൊക്കെ ആയിരുന്നു ആ സമയത്ത്. അത്രയും നാളും വീടിൻ്റെ അകത്ത് അതിനൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സാഹചര്യത്തിലാണല്ലോ ഉണ്ടാവുക. പെട്ടെന്ന് ഒരു ഫംഗ്ഷന് വേണ്ടി പുറത്തിറങ്ങുന്നതിൻ്റെ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം പിന്നെ ചൂടും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആൾ നല്ല കരച്ചിലായിരുന്നു. എന്നാലും ചടങ്ങെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആള് ശാന്തമായിട്ടോ. പിന്നെ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ കിടക്കുമായിരുന്നു. അപ്പം ഇതൊക്കെയാണ് പള്ളിയിലെ ഓരോ ചടങ്ങുകളാണ്. ക്യാൻഡിലൊക്കെ കത്തിച്ച് നമ്മളിങ്ങനെ കുട്ടിയുടെ കയ്യിൽ കൊടുക്കും, നമ്മളൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ കുഞ്ഞുമണി ഒരു നസ്രാണിക്കുട്ടിയായി മാറിയിരിക്കുകയാണ്. ഈ പള്ളിയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഈ ഫോട്ടോ സെക്ഷൻസ് ആണ്. നമ്മൾ പള്ളീൻ്റെ നടയിൽ കുറച്ച് നേരം കിടത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴത്തേക്കും ആൾ നല്ല ആക്റ്റീവായിട്ടോ. പിന്നെ കാമായി. ഇതൊക്കെ നമ്മുടെ കസിൻസാണ്. നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ പള്ളിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി പരിപാടികളെല്ലാം റിസപ്ഷൻ്റെ സമയത്താണ് കേട്ടോ. റിസപ്ഷൻ വൈകുന്നേരമായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെയുള്ളൊരു ഹോളിലായിരുന്നു റിസപ്ഷനൊക്കെ. അപ്പോൾ ഇതാണ് റിസപ്ഷൻ നടക്കുന്ന ഹോള്. അപ്പം കസിൻസൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ കാണുന്നതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ കസിൻസ്. എല്ലാവരും ഇല്ല, വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റിയില്ല. നമ്മുടെ കസിൻസ് എല്ലാം കൂടുതലും വയനാട്ടിലാണ്. അപ്പം എറണാകുളത്ത് വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എത്തിച്ചേരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഫംഗ്ഷനിലൊക്കെയാണ് നമ്മൾ കസിൻസൊക്കെ കൂടുതലും കണ്ടുമുട്ടുന്നത് കേട്ടോ. അല്ലാതെ വളരെ കുറവാണ്, ഗെറ്റ് ടുഗേഴ്സൊക്കെ വളരെ കുറവാണ്. എല്ലാവരും അവരവരുടെ ലൈഫുമായിട്ട് തിരക്കാണ്. അപ്പം ഇങ്ങനെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാനുണ്ടാവും. അപ്പം അങ്ങനെ സ്റ്റേജിലേക്കുള്ള എൻട്രിയാണിത്. അപ്പം സ്റ്റേജിൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നമ്മൾ സ്റ്റേജിൽ ഒരു ക്യാൻഡിൽ ലൈറ്റ് ചെയ്യും, പിന്നെ കേക്ക് കട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. പിന്നെ ഫോട്ടോസാണ്. നമ്മുടെ ഫാമിലിയായിട്ട് നിന്നിട്ട് നമ്മുടെ വന്ന ഗസ്റ്റൊക്കെ ആയിട്ടും ഉള്ള ഫോട്ടോസാണ്. അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈ വീഡിയോസൊക്കെ എടുത്തത് എൻ്റെ കസിൻസാണ് കേട്ടോ. അപ്പോൾ ഗോഡൂരും ചിന്നുവിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഈ വീഡിയോസൊക്കെ അവരാണ് ക്യാപ്ചർ ചെയ്തത്. എനിക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവർ എടുത്ത വീഡിയോസാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. ക്യാൻഡിൽ ലൈറ്റിംഗാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യും. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോഴത്തേക്കും കുഞ്ഞുമണി നല്ല സെറ്റായിരുന്നു കേട്ടോ. ആൾ റിലാക്സ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വല്ലാണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ആവുമല്ലോ. അപ്പോൾ ആൾ നന്നായിട്ട് സഹകരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വേറെ ഒരു വീഡിയോ